ജനകീയാസൂത്രണം 95 രൂപ കൊണ്ടതിന് ശേഷം നമുക്കറിയാം ഒരു തദ്ദേശ സ്ഥാപനത്തിന് ബില്ലോർ തുക തരാത്ത ആദ്യത്തെ വർഷം ഏതാ, ആദ്യത്തെ ഗവൺമെന്റ് ഏതാ, അതിന്റെ മുഖ്യമന്ത്രി ആരാ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നുള്ളത് അറിയാത്തൊരു സർക്കാരാണോ, അറിയാത്തൊരു ധനകാര്യമന്ത്രി അധികാരം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണോ? നമ്മളെല്ലാവരും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ആശങ്കപ്പെട്ട ഒരു കാര്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നതാണ്. നമ്മളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ദിവസം നിശ്ചയിച്ചപ്പോൾ വളരെ എന്ത് ചർച്ച ചെയ്തത്? സർക്കാർ മറ്റേ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ആ ഡേറ്റിനുള്ളിൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ ആശങ്കയില്ലേ? ഫെബ്രുവരി 15-ാം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവസാനം കൊടുക്കാത്തതിന്റെ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞതുകൊണ്ടാണ് എന്ന് പറയുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ 6 കോടി 7 കോടി രൂപയോളം നമുക്ക് പ്ലാൻ ഫണ്ട് വെച്ചിട്ടുണ്ടാവും. പുതിയ സർക്കാർ വന്ന് 2 കോടി രൂപയായി. ശിവേട്ടൻ പറഞ്ഞു സാമാന്യ ബോധം ഉള്ളവരാണ് ഇരിക്കുന്നത്. അവസാന ഗഡു അനുവദിച്ചില്ലാന്ന്. അവസാന ഗഡു അനുവദിക്കുന്ന സമയമായിരിക്കും നിയമസഭ ഇലക്ഷൻ വന്നു. ചീഫ് സെക്രട്ടറിയും ധനമന്ത്രിയും ഇലക്ഷൻ കമ്മീഷണറായി എഴുതി അവസാന ഗഡു കൊടുത്തോട്ടേന്ന്. സമ്മതിച്ചില്ല കൊടുക്കാതിരിക്കാനായിട്ട്. ശിവേട്ട കൊടുക്കാൻ സമ്മതിച്ചില്ല. ഈ സർക്കാർ പോയതിനു ശേഷം കഴിഞ്ഞ മാർച്ച് മാസം കണക്ക് അവതരിപ്പിച്ചു. 6500 കോടി ഖജനാവിൽ ബാക്കി വെച്ചിട്ടാണ് പോയത്. 6500 കോടി രൂപ. അതിൽ 2300 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ടിന്റെ 3ാമത്തെ ഗഡു കൊടുക്കാനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഈ സർക്കാർ ഒന്നും കൊടുത്തില്ല? എന്തുകൊണ്ട് ഈ സർക്കാർ വന്നിട്ട് ഈ സാധനം കൊടുത്തില്ല? ഇനി 2 കോടി അനുവദിച്ചല്ലോ. 2 കോടി അനുവദിച്ചിട്ട് ആദ്യ ഗഡു അനുവദിച്ചിട്ടുണ്ടോ? ആദ്യ ഗഡു നമുക്ക് നഗരസഭയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ഷാജി മന്ത്രി പറഞ്ഞില്ലേ, അതായത് ഞങ്ങൾ അധികാരത്തിലേറിയാൽ PM ശ്രീ പദ്ധതി പോലുള്ള സംഭവങ്ങൾ അറബിക്കടലിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഷാജി മന്ത്രിയോട് ചോദിക്കി ഒരു 10 ലക്ഷമെങ്കിലും ഫസ്റ്റ് ഗഡു ചോദിക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ചേട്ടൻ പറഞ്ഞല്ലോ ഖജനാവ് കാര്യമാണ്, ഭയങ്കര പ്രശ്നത്തിലാണ് കാരണമാകുന്നത്. വീട് സതീശൻ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെ അതായത് കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും ഖജനാവ് നിറയ്ക്കാൻ. കടമെടുക്കാതെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് ഖജനാവ് കൊണ്ട് നിറയ്ക്കുന്നു പറഞ്ഞേ. എന്നിട്ട് എന്തേ 10 ലക്ഷം കൊടുക്കാൻ പറ്റാണ്ടിരുന്നത്? ആ വീട് സതീശൻ മുഖ്യമന്ത്രി 15,500 രൂപ കടമെടുക്കുന്നത്. എന്നിട്ട് എന്തേ പ്ലാൻ ഫണ്ടിന്റെ ആദ്യ ഗഡു കൊടുക്കാൻ പറ്റാത്ത? ആദ്യ ഗഡു കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ തലയിൽ കിടാക്കണ്ട. ഞാൻ പറയട്ടെ, 2014 മോദി അധികാരത്തിൽ വന്ന സമയത്ത് നീതി ആയോഗ് നടപ്പാക്കാൻ നോക്കി, പഞ്ചവത്സര പദ്ധതി തകർക്കാൻ നോക്കി ഇല്ലേ? നിങ്ങൾ ആലോചിക്കേ, 2017 നീതി ആയോഗ് നടപ്പാക്കാൻ നോക്കി. ഇന്ന് 14ാം പഞ്ചവത്സര പദ്ധതിയാ. ഈ പഞ്ചവത്സര പദ്ധതി അന്ന് പിണറായി സർക്കാർ ആർദ്രത്തോടുകൂടി പറഞ്ഞു. ഇന്ന് പ്ലാൻ ഫണ്ട് 6 ലക്ഷം, 4 ലക്ഷം രൂപ നിങ്ങൾ മുടക്കിയില്ലേ? ഈ പഞ്ചവത്സര പദ്ധതി നിങ്ങൾ തകർക്കാൻ നോക്കണേ. ഇതിൽ പറഞ്ഞ ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞല്ലോ, നീതി ആയോഗ് ഇതിൽ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളായിരിക്കും. അതനുസരിച്ച് സംസ്ഥാന സർക്കാർ ഇവിടെ ഈ ഇതിന്റെ മാർഗനിർദ്ദേശങ്ങൾ തരാമാണ്. ഇതിലെന്തോ ഇതിൽ കുറെ പദ്ധതികൾ കുറച്ചിട്ടുണ്ട്. ഇതിൽ പെട്ടോ വൈശ്വർമാൻ വാഴുന്നാരില്ല, വാഴുന്നാരില്ല. ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് 27 ലക്ഷമാണ്. 27 ലക്ഷം വെട്ടി കുറച്ചു. നിങ്ങൾ ഏത് വണ്ടി കൊടുക്കുന്നു? 27 ലക്ഷം രൂപ. ഏത് ധനകാര്യ കമ്മീഷൻ നോംസ് വന്നിട്ടുണ്ടോ? സർക്കാർ പറഞ്ഞിട്ടുണ്ട് അതിന് നോംസ് ഇല്ലാണ്ട് പ്രോജക്ട് തയ്യാറാക്കി തന്നെ. ധനകാര്യ കമ്മീഷന്റെ നോംസ് ഇല്ലാത്ത കാരണം കൂടെ പറഞ്ഞേ. ധനകാര്യ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അതിലൊന്നും ന്യൂനതകളുടെ ചേട്ടന് വാഴുന്നാരും ഉണ്ടാവില്ല. ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ പറ്റില്ല. കാർഷിക മേഖലയിലെ തെങ്ങ് കൃഷി, വാഴ കൃഷി വെട്ടി കുറച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയർപേഴ്സൺ ഇന്നലെ വാഴനാല് അതിന്റെ മുകളിൽ നോക്കിയാൽ വാഴനാലിന് വെച്ചിട്ടുണ്ട്. ക്യാൻസറിന്റെ തോന്നിട്ട് വൈശ്വരന്മാർ എന്തോറൊക്കെ വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു വാഴനാല്. അല്ല, അതിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല. പ്ലാൻ ഫണ്ട് കൊടുക്കാൻ ആദ്യത്തെ ഗഡു കൊടുക്കാൻ പറ്റുന്നില്ല സർക്കാരിന്. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ പ്ലാൻ ഫണ്ട് അനുവദിക്കാത്ത കാരണം കൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് പദ്ധതികൾ പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന്. മെയിൻ്റനൻസ് ഗ്രാന്റ് കഴിഞ്ഞ വർഷം അവസാന ഗഡു കൊടുക്കുന്നത്. എന്നിട്ട് 3 കോടി സ്പിൽ ഓവറാക്കി ഇല്ലേ? ആ നിങ്ങളോടാ പറയണേ. എത്ര കോടി പറഞ്ഞേ? ആ നിങ്ങളോട് പറയണത് എക്സ്പെൻഡിച്ചർ ആക്കാൻ പറ്റില്ലെന്ന്. ഫണ്ട് തരാണ്ടല്ല, നിങ്ങൾക്ക് എക്സ്പെൻഡിച്ചർ ആക്കാൻ കഴിവില്ലാത്തതുകൊണ്ട്. എന്നിട്ട് സർക്കാരിന്റെ മെക്കത്ത് പ്ലാൻ ഫണ്ടിന്റെ 4 ലക്ഷം വെട്ടി കുറച്ചു. അതായത് സർക്കാർ അനുവദിച്ച 2 കോടിയിൽ ആദ്യത്തെ ഒരു കെട്ടി കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. 1000 കോടി രൂപ 3 മാസം റവന്യൂ വരുമാനം. അതുപോലാണ് 10,000 രൂപ കണ്ടെത്തുന്നുണ്ട്. 10,000 കോടി രൂപ. എന്നിട്ട് പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട കാശ് വെട്ടി കൊടുക്കുകയാണ്. നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റി കിട്ടേണ്ട 6 കോടി രൂപ കിട്ടേണ്ട പണം വെട്ടി ചുരുക്കി വെറും 2 കോടി രൂപയ്ക്ക് ആക്കിയേക്കാം. അതിന്റെ ആദ്യം ഒരു പോലും കൊടുത്തിട്ടില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ശേഷി പറഞ്ഞാൽ ഓടി പിടിച്ചെന്ന് ഇറങ്ങിയൊന്നല്ല, ജനങ്ങളെ വോട്ട് ഇറങ്ങിയൊന്നാ. ജനങ്ങളോട് ഞങ്ങൾ ഓരോ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഓരോ വഴി ശരിയാക്കാം, റോഡ് ശരിയാക്കാം, തോട് ശരിയാക്കാം, കാലം ശരിയാക്കാം, കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ചെയ്ത് കാണിക്കണം. ഇവിടെ ലുവിനിലൂടെ 12 എന്ന് പ്രോജക്ട് വായിച്ച് മുന്നോട്ട് പോകാൻ കഴിയാ. അതിന്റെ ആദ്യം കേട്ടുപോലും 10 പൈസ കിട്ടിയില്ലെന്ന്. പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാ. ഞങ്ങൾ സംബന്ധിച്ച് ഇത് മുന്നോട്ട് പോകാൻ തയ്യാറല്ല. ഞങ്ങളുടെ തീർപ്പുണ്ട്. ഞങ്ങൾ ഈ കാലത്ത് ആ കൂട്ടുകാർക്ക് പ്രതിഷേധം
LDF-ൽ പ്രതിഷേധം. പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF-ൽ സർക്കാരും UDF-ൽ ചെയർമാനും രാജിവെക്കൂ പുറത്തു പോകൂ. കൊണ്ടവിട സർക്കാരെ പദ്ധതിയെവിടെ സർക്കാരെ അയ്യാ ഇത് നാടക്കേട്. മേഖലയ്ക്ക് ഫണ്ടില്ല, മേഖലയ്ക്ക് ഫണ്ടില്ല, മേഖലയ്ക്ക് ഫണ്ടില്ല, ആരോഗ്യ മേഖലയ്ക്ക് ഫണ്ടില്ല, ആരോഗ്യ മേഖലയ്ക്ക് ഫണ്ടില്ല. പ്രതിഷേധം 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 LDF-ൽ പ്രതിഷേധം LDF-ൽ പ്രതിഷേധം പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF-ൽ സർക്കാരും. എല്ലാവർക്കും നമസ്കാരം. തദ്ദേശഭരണ സംവിധാനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്ന വാർത്ത നമ്മളിപ്പോൾ കേൾക്കാൻ തുടങ്ങിയിരുന്നു. LDF അതിൻ്റെ ഭാഗമായിട്ട് നാളെ എല്ലാ തദ്ദേശഭരണ സംവിധാനങ്ങളിലേക്കും പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ചാലക്കുടി നഗരസഭയിൽ കഴിഞ്ഞ കൗൺസിലിൽ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സംഭവമാണ്. തദ്ദേശഭരണ സംവിധാനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വികസന തുക എന്ന് പറയുന്നത് ഗവൺമെൻറ് നൽകുന്ന പ്ലാൻ ഫണ്ട് തുകയാണ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉണ്ടാവും, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉണ്ടാവും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് ഈ പദ്ധതി വിഹിതം ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുക്കുമ്പോഴാണ് പുതിയ സാമ്പത്തിക വർഷത്തിൽ അവർ തുകകൾ അനുവദിക്കുകയുള്ളൂ. ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ LDF സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന ഏകദേശം 6 കോടി ചില്ലറ ലക്ഷം രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ LDF സർക്കാർ ചാലക്കുടി നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകിയ തുക. അത് പുതിയ UDF സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും പ്ലാൻ ഫണ്ടുകൾ ചുരുക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്ന തുകയേക്കാൾ കുറവ് തുകയാണ് ഇപ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 കോടി രൂപ മാത്രമാണ് ചാലക്കുടി നഗരസഭയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓൾറെഡി വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികൾക്ക് ഈ പണം ഒന്നും തന്നെ തികയില്ല. അതുമാത്രമല്ല കഴിഞ്ഞ തവണ സ്പില്ലോവർ ഉണ്ടായിരുന്നു. സ്പില്ലോവർ തുകയിലേക്ക് എടുത്തു വയ്ക്കാൻ മാത്രമേ ഈ തുകയ്ക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് LDF-ൻ്റെ കൗൺസിലർ അതിശക്തമായിട്ട് വാദിച്ചത്. 1-ാം വാർഡ് കൗൺസിലറായിട്ട് VJ ജോജു ഈ വിഷയം വളരെ ശക്തമായിട്ടായിരുന്നു ചാലക്കുടി നഗരസഭയിൽ ഉന്നയിച്ചത്. കാരണം പല വാർഡുകളിലേക്ക് കിട്ടേണ്ട വർഷത്തിലെ പദ്ധതി വിഹിതം ഒരു 10 ലക്ഷം രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അടിസ്ഥാനപരമായ വികസനങ്ങൾക്കും കാർഷിക പദ്ധതികൾ ഉൾപ്പെടെയുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് നടത്താൻ പറ്റുന്ന തുകകളൊന്നും തന്നെ ലഭിക്കില്ല. അപ്പോൾ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അത് സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങും. പഞ്ചവത്സര പദ്ധതികളെ അട്ടിമറിക്കലാണ് ഈ വിഷയമെന്നാണ് LDF ആരോപിക്കുന്നത്. എന്നാൽ UDF-ൻ്റെ പാർലമെന്ററി പാർട്ടിയിലെ ഷിബു ആലപ്പൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇക്കാലം അത്രയും കേരളം ഭരിച്ചിട്ടുള്ള ഒരു സർക്കാരും അവസാന ഗഡു തുക, അതായത് ഒരു തദ്ദേശഭരണ സംവിധാനത്തിന് ലഭിക്കേണ്ട അവസാന ഗഡു തുക അത് നൽകാത്ത ഏക സർക്കാർ ഈ ഇടതുപക്ഷ സർക്കാരാണെന്നാണ് ഷിബു ആലപ്പൻ ഇന്നലെ കൗൺസിലിൽ പറഞ്ഞത്. അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അഡീഷണൽ ഫണ്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അഡീഷണൽ ഫണ്ട് വരുമ്പോൾ നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് തുക ലഭിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള ഏകദേശം 7 കോടി രൂപ ടൈഡ് ഫണ്ടും മറ്റ് 7 കോടി രൂപ വികസന പ്രവർത്തനങ്ങൾക്കും നൽകുന്ന ഈ 14 കോടി രൂപ അഡീഷണൽ ഫണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത പഞ്ചവത്സര പദ്ധതിയിലേക്കായിരിക്കും. അടുത്ത പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോൾ അതിന് പുതിയ മാനദണ്ഡങ്ങളും സംഗതികളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഈ പ്ലാൻ ഫണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നഗരസഭയെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷിച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചാലക്കുടി നഗരസഭ കഴിഞ്ഞ പ്രാവശ്യത്തെ പദ്ധതി വിഹിതം ചെലവാക്കുന്നതിൽ ബഹുദൂരം ഏറ്റവും പിറകിലായിരുന്നു. 10-20 സ്ഥാനങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ചാലക്കുടി നഗരസഭയുടെ സ്ഥാനം ഉണ്ടായിട്ടുള്ളത്. അതേസമയം UDF ഭരിക്കുന്ന മറ്റു നഗരസഭകൾ ആദ്യത്തെ 5 സ്ഥാനങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അങ്കമാലി നഗരസഭയുടെ സ്ഥാനം എവിടെയായിരുന്നു? നിങ്ങൾ അന്വേഷിക്കൂ. അങ്കമാലി നഗരസഭ പ്ലാൻ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിച്ചത്? അവരെങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയത്? ഞാൻ അവിടുത്തെ ചെയർപേഴ്സണെ വിളിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം. അവർക്ക് പദ്ധതി വിഹിതം ചെലവഴിച്ചതിൽ ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ മുകളിൽ വന്നിരുന്ന ഒരു നഗരസഭയാണ് അങ്കമാലി നഗരസഭ. അത് UDF ഭരിക്കുന്ന നഗരസഭയല്ലേ? ഇപ്പോഴും UDF തന്നെയാണ് ഭരിക്കുന്നത്. എന്തുകൊണ്ട് ചാലക്കുടി നഗരസഭയ്ക്ക് മെയിൻ്റനൻസ് ഫണ്ട് കിട്ടിയ 5 കോടി രൂപയിൽ എത്ര കോടി രൂപയാണ് ലാപ്സാക്കി കളഞ്ഞത്? ഏകദേശം 3 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ലാപ്സാക്കി കളയുന്നത്? മെയിൻ്റനൻസ് ഫണ്ടാണ് ലാപ്സാക്കി കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ നഗരസഭയുടെ വിഭാവനം ചെയ്ത പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാരെ കാര്യക്ഷമതയോടുകൂടി ഇടപെടുവിക്കുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇനി ഈ സ്പില്ലോവർ വരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഇനിയിപ്പോൾ നമുക്ക് നഗരസഭയ്ക്ക് കിട്ടാൻ, ഞാൻ മനസ്സിലാക്കുന്ന നഗരസഭയ്ക്ക് കിട്ടാൻ പോകുന്നത് നഗരസഭ തന്നെ ഈ 14 കോടി രൂപ ഷിബു ആലപ്പൻ പറഞ്ഞ ഈ 14 കോടി രൂപ നമുക്ക് പുതിയ പ്രൊജക്റ്റുകളും പുതിയ സംഭവങ്ങളും വെക്കണം. അത് അടുത്ത മാസം ആണ് വെക്കേണ്ടത്. ആ അടുത്ത മാസം വരുമ്പോൾ ഈ പഞ്ചവത്സര പദ്ധതി പുതിയത് ആരംഭിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മാനദണ്ഡങ്ങളും സംഗതികളും വരില്ലേ? ഈ 14 കോടി രൂപയ്ക്ക് നമുക്ക് ഈ പ്രാവശ്യത്തെ വികസന പ്രവർത്തനം നടത്താൻ സാധിക്കുമോ? ചോദിച്ചിട്ടുമാണ് അവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് LDF മാറുകയാണ്. മുഴുവൻ തദ്ദേശഭരണ സംവിധാനങ്ങളിലേക്കും LDF പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ്. അല്ല, ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ നിന്നും ഈ വിഷയം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ട് LDF
കൗൺസിലർമാർ നഗരസഭാ കൗൺസിൽ ബഹിഷ്കരിച്ചു. അവർ ഈ വിഷയത്തിൽ പറയുന്ന സംഭവം ചാലക്കുടി നഗരസഭയിലെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ മാന്ദ്യം സംഭവിക്കും എന്നുള്ളൊരു കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് 6500 കോടി രൂപ നീക്കിയിരിപ്പുണ്ടായിരുന്നു. ഈ പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിൽ ആദ്യ ഗഡുവായിട്ടുള്ള തുകയെങ്കിലും കൊടുക്കാമായിരുന്നു. പക്ഷേ അത് നൽകിയിട്ടില്ല. 2 കോടി രൂപ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. 2 കോടി രൂപ സ്പിൽ ഓവറിലേക്ക് എടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് നടക്കാൻ സാധിക്കുക? ഇത് തീർച്ചയായിട്ടും വലിയ വീഴ്ച തന്നെയാണ് എന്ന് അതിശക്തമായിട്ട് ഉന്നയിച്ചുകൊണ്ട്, കാരണം വാർഡുകളിൽ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. അടിസ്ഥാനപരമായിട്ടുള്ള വാർഡുകൾ നടക്കേണ്ട പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. അപ്പോൾ ഇത് വലിയ രീതിയിൽ ജനരോഷം ആളിക്കത്താനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. യു ഡി എഫ് ഇതിനെ പ്രതിരോധിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അവസാനത്തെ തുക ഗവൺമെൻറ് നൽകിയില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടാണ്. അതുമാത്രമല്ല അഡീഷണൽ ഫണ്ട് നമുക്ക് ലഭിക്കും. അഡീഷണൽ ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ പാർലമെന്റ് പാർട്ടി ലീഡർ കൂടിയുള്ള ഷിബു ആൽപ്പൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. എന്തായിരുന്നാലും വലിയ മുദ്രാവാക്യ വിളികൾ കൊണ്ട് മുഖരിതമായിരുന്നു ചാലക്കുടി നഗരസഭാ കൗൺസിൽ. കഴിഞ്ഞ വർഷത്തെ ധനകാര്യ കമ്മീഷൻ വിഹിതം പരിശോധിച്ചാൽ അറിയാം. ധനകാര്യ കമ്മീഷൻ വിഹിതം ഫിനാൻസ് ബേസിക് ഗ്രാൻഡായിട്ട് 3,35,00,000 രൂപയുണ്ടായിരുന്നു. ടൈഡ് ഗ്രാൻഡായിട്ട് 3,08,00,000 രൂപയുണ്ടായിരുന്നു. ഈ 2 ഗ്രാൻഡുകളാണ് സർക്കാർ 7 കോടിയിലധികം രൂപ ബേസിക് ഗ്രാൻഡായിട്ടും 7 കോടി രൂപയിലധികം ടൈഡ് ഗ്രാൻഡായിട്ടും നമുക്ക് അനുവദിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രോജക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് ഉത്തരവ് വന്നതിന് ശേഷം മാത്രമാണ് ആ ബേസിക് ഗ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സർക്കാർ പ്രത്യേകിച്ച് പുതുക്കിയ ബഡ്ജറ്റിലെ വിഹിതവും അഡീഷണൽ പ്രോജക്റ്റുകൾ കൊടുക്കാൻ പറഞ്ഞത് ഉൾപ്പെടെ നമ്മൾ തയ്യാറാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റുകൾ തയ്യാറാക്കിയത്. കാര്യമായി നമ്മുടെ പ്രോജക്റ്റുകളൊന്നും കളയാതെ തന്നെ ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 34 പ്രോജക്റ്റുകൾ മാത്രമാണ് താൽക്കാലികമായിട്ട് നമ്മൾ മാറ്റിയിട്ടുള്ളൂ. മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ ധനകാര്യ കമ്മീഷൻ വിഹിതം അതിന്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് കൊടുക്കാമെന്ന് പറയുന്ന ഉറക്കി സമർപ്പിക്കാവുന്ന രീതിയിൽ 34 പ്രോജക്റ്റുകൾ മാത്രമാണ്. നമ്മൾ സാധാരണ പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കി നേരത്തെ അംഗീകാരം മേടിച്ചാണ് നമ്മൾ പറയും പ്രോജക്റ്റ് തയ്യാറാക്കി സെൽഫി വയ്ക്കാന്ന് പറഞ്ഞ പോലെ നമ്മൾ 34 പ്രോജക്റ്റുകൾ തൽക്കാലം നമ്മൾ നിലവിലുള്ള പ്രോജക്റ്റുകളിൽ മാറ്റി വെച്ചത്. പുതിയ പ്രോജക്റ്റുകളായിരുന്നു നമ്മൾ 32 എണ്ണം, റിവൈസ് ചെയ്ത പ്രോജക്റ്റുകളായിരുന്നു 48 എണ്ണം. സ്പിൽ ഓവർ എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥന്മാരും ശുപാർശ ചെയ്ത ഒരു സ്പിൽ ഓവർ പ്രോജക്റ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. 174 പ്രോജക്റ്റുകളാണ് സ്പിൽ ഓവർ ആയിട്ട് നിർവഹണ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ മുമ്പിൽ ശുപാർശകളായിട്ട് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ 174 പ്രോജക്റ്റുകൾ നമ്മൾ തന്നത്. ആ 174 പ്രോജക്റ്റുകൾ ഉൾപ്പെടെ 288 പ്രോജക്റ്റുകൾ നമ്മൾ ഈ പുതുക്കിയ നമ്മുടെ സ്പിൽ ഓവർ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുക്കിയ പ്രോജക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്.